ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ചില ഉപമകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു മകനെ കുറിച്ചും 10 ദ്രഹ്മയുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും ഒക്കെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഉപമകളുടെ പ്രധാന ഉദ്ദേശം ഒരു പിതാവ് നഷ്ടപ്പെട്ടതിനെ എത്രത്തോളം ആവലോടുകൂടെ അതിനെ തിരയുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും പലതും നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ ഉണ്ടാകാം. പല കുടുംബങ്ങളിൽ പലതും ഒരുപക്ഷെ അവരുടെ മക്കളായിരിക്കാം, അവരുടെ കുടുംബം തന്നെ ആയിരിക്കാം, മറ്റു ബന്ധങ്ങളോ ആരോഗ്യമോ സമാധാനമോ നാളിതേവരെ നേടിയ സമ്പത്തോ അതേപോലെ വിലപിടിപ്പുള്ള പലതുമൊക്കെ നഷ്ടപ്പെട്ട് ദുഃഖിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. അതെങ്ങനെ ഇനി തിരികെ കിട്ടും? ഒരിക്കലും കിട്ടുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. ഇങ്ങനെ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് വേദനപ്പെടുന്ന അനേകർ, തകർന്ന കുടുംബം, തകർന്ന മക്കൾ, ഇതൊന്നും ഇനി ഒരിക്കലും ശരിയാകത്തില്ല എന്ന് കരുതി വളരെ വേദനപ്പെടുന്ന അനേകർ ഈ ഭൂമിയിലുണ്ട്. ആ 10 ദ്രഹ്മ ഉണ്ടായിരുന്ന സ്ത്രീ അവളുടെ ജീവിതകാലം മുഴുവനും അവൾ അധ്വാനിച്ച് സമ്പാദിച്ച ദ്രഹ്മയായിരുന്നു അത്. ഏതായാലും അതിലൊന്ന് അവൾക്ക് നഷ്ടപ്പെടുവാനായിട്ടിടയായി. എന്നാൽ ആ ദ്രഹ്മയുടെ വില വളരെ വലുതാണ്. ആ ഉപമയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, അവൾ ചെയ്തത് വിളക്ക് കത്തിച്ച്, അഥവാ വിളക്കിനകത്ത് എണ്ണ ഒഴിച്ച് അത് കത്തിച്ച് അവൾ തിരയുന്നതാണ് കാണുന്നത്. അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കാണിക്കുന്നതാണ്. പലപ്പോഴും അത് നഷ്ടപ്പെട്ടു പോയി, എന്നാൽ പോട്ടെ എന്ന് കരുതി ഉദാസീനതയോടെ ജീവിക്കുകയല്ല നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന ആവുന്ന ആ വിളക്ക് നല്ലതുപോലെ നാളിതേവരെ കരിന്തിരി പ്രാപിച്ചു കിടക്കുന്ന ആ കരിന്തിരി എല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ട് പുതിയ എണ്ണ ഒഴിച്ച് ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, ഒരു സമർപ്പണത്തിലേക്ക് നാം കടന്നു ചെല്ലുന്ന പക്ഷം നിശ്ചയമായിട്ടും ആ നഷ്ടപ്പെട്ടതിനെ തിരികെ പ്രാപിപ്പാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ചിലപ്പോൾ വലിയ ഡോക്യുമെന്റ്സുകളായിരിക്കാം, ഇനി ഒരിക്കലും അത് തിരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള ചില ഡോക്യുമെന്റ്സുകളായിരിക്കാം. എന്നാൽ എന്തുമാകട്ടെ, അതിനെല്ലാം ഒരു പരിഹാരം നിശ്ചയമായിട്ടും ദൈവത്തിന് തരുവാനായിട്ട് സാധിക്കും. ഇവിടെ ആ പ്രാർത്ഥനാ ജീവിതത്തെ അത് കാണിക്കുകയാണ്. പ്രകാശം തട്ടുമ്പോൾ നിശ്ചയമായിട്ടും മറഞ്ഞു കിടക്കുന്നത്, ഇരുളിൽ കിടക്കുന്നത് അത് പ്രകാശിക്കുവാനായിട്ട് ഇടയായിത്തീരും. അഥവാ പ്രകാശം തട്ടുമ്പോൾ ഇരുളടഞ്ഞ പാതകൾ അത് നേരെയുള്ള പാതകളായി വ്യക്തമായി കണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വീട് അവൾ അടിച്ചു വാരി, നമുക്കറിയാം നമ്മുടെ വീടൊക്കെ നമ്മൾ ദിവസവും അടിച്ചു വാരുന്നവരാണ്. നമ്മുടെ മുറ്റം ഇതെല്ലാം ഒരു ദിവസം അടിച്ചു വാരിയില്ല എങ്കിൽ അവിടുത്തെ അവസ്ഥകൾ നമുക്ക് തന്നെ അറിയാം. വീട് അടിച്ചു വാരി. എന്നാൽ നമ്മുടെ ജീവിതമാകുന്ന ആ ഭവനം അത് നമ്മൾ അടിച്ചു വാരാറുണ്ടോ? നമ്മെ തന്നെ. അഥവാ നമ്മുടെ ജീവിതത്തിലെ കുറവുകളായ പൊടിപടലങ്ങള്, അഴുക്ക്, പാപങ്ങൾ, അശുദ്ധി, ദുർമോഹം, ദ്രവ്യാഗ്രഹം, ഇങ്ങനെയൊക്കെ വളരെ ആ പൊടിപടലങ്ങൾ നമ്മെ കീഴടക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ഒരു നല്ല അടിച്ചുവാരൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. അങ്ങനെ അവൾ അത് എല്ലാം അടിച്ചു വാരി ആ വേണ്ടാത്തതെല്ലാം ദൂരെ വലിച്ചെറിഞ്ഞ് കത്തിച്ച് നശിപ്പിച്ച് കളയുവാനായിട്ട് ഇടയായി തീർന്നു.
അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ശുദ്ധീകരണത്തോടുകൂടെ നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നുവെങ്കിൽ ആ നഷ്ടപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങളെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു അനുഭവമാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതേപോലെ അവളത് സൂക്ഷ്മതയോടെ അന്വേഷിച്ചു. നമുക്കറിയാം, ചില കാര്യങ്ങൾ പോയാൽ ആളുകൾ ആ പോട്ടെ എന്ന് പറഞ്ഞ് ആ അല്പം പ്രയാസമോ ദുഃഖമോ ഒക്കെ ഉണ്ടാകും, പിന്നെ അതങ്ങ് മറന്നു കളയുന്ന അനുഭവങ്ങളാണ്. എന്നാൽ ഇവൾക്കത് മറക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രത്തോളം ആ മൂല്യം അതിനുണ്ടായിരുന്നു. അവള് വളരെ സൂക്ഷ്മതയോടെ അത് അന്വേഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതേ പ്രിയമുള്ളവരെ, സൂക്ഷ്മതയോടെ ദൈവത്തിന്റെ വചനം വ്യക്തതയോടെ നാം മനസ്സിലാക്കിക്കൊണ്ട് ആ നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ ഒരു നല്ല ശുദ്ധീകരണത്തോടെ ആ പരിശുദ്ധാത്മാവാകുന്ന വിളക്ക് കത്തിച്ച്, പ്രാർത്ഥനയാകുന്ന വിളക്ക് കത്തിച്ച് നാം അന്വേഷിക്കുമെങ്കിൽ, അല്ലെങ്കിൽ തിരയുമെങ്കിൽ ചിലതെല്ലാം വ്യക്തമായി നമുക്ക് കാണുവാൻ, എവിടെയാണത് നഷ്ടപ്പെട്ടു പോയത്, എന്താണ് സംഭവിച്ചത്, കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, സഭയിലെ പ്രശ്നങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, കുടുംബ ബന്ധങ്ങൾ തകരുവാനുള്ള കാരണം എന്താണ്, ഇതെല്ലാം നമുക്ക് തന്നെ സൂക്ഷ്മതയോടെ അന്വേഷിക്കുന്ന പക്ഷം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതെ, അപ്രകാരം സൂക്ഷ്മതയോടെ വിളക്ക് കത്തിച്ച് അടിച്ചുവാരി ഒരു അന്വേഷണത്തിന് തയ്യാറാകാം. നഷ്ടപ്പെട്ടതിനെയെല്ലാം തിരികെ പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു നല്ല അരുമനാഥൻ നമുക്കുണ്ട്. പ്രിയപ്പെട്ട കർത്താവേ, ഈ ദൂത് കേൾക്കുമ്പോൾ ചില പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട്, ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ലാതെ തകർന്നു കിടക്കുന്ന അനുഭവങ്ങളെ കർത്താവ് പണിയുവാൻ ശക്തനാകയാൽ, നഷ്ടപ്പെട്ടത് തിരികെ കൊടുക്കുവാൻ മതിയായ ദൈവമാകയാൽ, അവരുടെ ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, കുടുംബമാകട്ടെ, എന്തുമാകട്ടെ, അതിനെ ദൈവത്തിന് തിരികെ നൽകുവാൻ കഴിവുള്ള ഒരു നല്ല കർത്താവ്, ഒരു കരുണാസമ്പന്നനായ കർത്താവ് ഞങ്ങൾക്കുള്ളതോർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൂത് കേൾക്കുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അവർ ഞെരുങ്ങുന്നുവെങ്കിൽ നഷ്ടപ്പെട്ടതിനെ തിരികെ നൽകി കർത്താവേ ഒന്നുകൂടി പുതുക്കി പണിയണമേ, ഞങ്ങളെ ഓരോരുത്തരെയും അതിനായി ഒരുക്കണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയവുണ്ടായി കേൾക്കണമേ, സ്വർഗീയ പിതാവേ. യേശുവേ പോലെയാകുവാൻ യേശുവിൻ